ഞങ്ങളങ്ങനെ കാട്ടാളൻ മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഡയറക്ടർ പോൾ ജോർജ് ആൻഡ് ആക്ട് ചെയ്തിരിക്കുന്നത് ആൻ്റണി പെപ്പെ. ആൻ്റണി പെപ്പേനെ കംപ്ലീറ്റ്ലി ഞാൻ പറയില്ല. വൈ? ബിക്കോസ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു പകുതി വരെയും പിന്നെ അത് കഴിഞ്ഞിട്ടും ഒക്കെ മെയിൻ സാധനങ്ങളൊക്കെ കൊണ്ടുപോയത് സുനിലാണല്ലേ. സുനിലിനെ വെച്ചിട്ടാണ് ഈ പടം മൊത്തത്തിൽ ഇവർ ഓടിച്ചു വിട്ടിട്ടുള്ളത്. മാരി കാർട്ടലാണ്, കൊമ്പ് കാർട്ടൽ, ആനക്കൊമ്പ് കാർട്ടൽ. ഒന്നാമത് ഈ കഥ, ഇതിൻ്റെ പീക്ക് സാധനം പുഷ്പയിൽ നമ്മൾ കണ്ടതാണ്. ഞാനിത് കമ്പാരിസൺ പറയില്ല. ഒരു സാധനം, ഒരു പടത്തിൻ്റെ മൂവിയുടെ പ്ലോട്ട്, ഒരു കഥ ഒക്കെ എടുത്തു വെച്ച് ഇവർ അത് എലാബറേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇതിനകത്ത് നമ്മൾ മറ്റേ സാധനമൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ലോജിക്ക് തേങ്ങ വാങ്ങിയൊന്നും. കുറേയൊക്കെ എക്സാജുറേറ്റഡ് ആണ്, ലാർജർ ദാൻ റിയൽ ലൈഫ് ആണെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ എത്ര ഔട്ട്ഡേറ്റഡ് അല്ലേ കഥ, ഭയങ്കര ഔട്ട്ഡേറ്റഡ് കഥ. ഒരു 10 കൊല്ലം മുന്നേ 20 കൊല്ലം മുന്നേ ഇറങ്ങിയാലും അങ്ങനത്തെ ഒരു കഥ. അതിനകത്തേക്ക് ഈ പടത്തിന്റെ തുടക്കം മുതൽ ഇപ്പൊ ജഗദീഷ് ഉണ്ട്, ഇനി ഇതിനകത്ത് സുനിലിന്റെ ക്യാരക്ടർ അങ്ങനെ ഒരു സൈഡിൽ കൂടി വില്ലനീസം കാണിച്ചു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ കബീറിന്റെ ക്യാരക്ടർ ഒരു സൈഡിൽ കൂടി അങ്ങനെ പോകുന്നുണ്ട്. പടത്തിന്റെ തുടക്കം മുതൽ നമ്മൾ കാത്തിരിക്കുകയാണ്, എവിടെ ഹീറോയുടെ ഹീറോ ആണെങ്കിൽ വന്നു. ഒരു പടത്തിന്റെ ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഒക്കെ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് പകുതിയല്ല, ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഹീറോ എത്തിയിട്ട് ഹീറോന്റെ അവസ്ഥ എന്താ? എടേ, ഹീറോയ്ക്ക് കൊടുത്തപ്പോൾ ഇതിനകത്തൊരു യൂണിവേഴ്സ് ക്രോസ് ചെയ്യുന്നുണ്ട്, ജോർജിന്റെ ക്യാരക്ടർ വരുന്നുണ്ട്, ബി എക്സ്പെക്റ്റഡ് അല്ലേ. സിദ്ദിഖിന്റെ ക്യാരക്ടർ, മാർക്കോന്റെ ഒരു സാധനം, ഇങ്ങനെ മാർക്കോ എന്ന് പറയുമ്പോൾ അതല്ല കേട്ടോ, ജോർജ് എന്ന പേര് മാത്രം വന്നു. അങ്ങനെ ഒരു സാധനം വരുമ്പോഴും ഒരു ആ സിനിമയിലെ ഹീറോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീന് കിട്ടേണ്ട ഒരു ഹൈയും ഒരു എലവേഷനും ഒക്കെ ഉണ്ട്. ആൻഡ് ആ സീന് തന്നെ എനിക്ക് മറ്റേ KGF കട്ട് ഓടുന്ന പോലത്തെ അവസ്ഥയാണ് തോന്നി. ശ്രദ്ധിച്ചോ? ആ സാധനം അങ്ങനെ കട്ട് ഓടുന്ന വെച്ചതാണ്, മനസ്സിലായോ? അതൊക്കെ ബ്ലണ്ടർ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതിലാകെ പണിയെടുത്ത ഒരാളെ ഞാൻ പറഞ്ഞത് ഈ പടത്തിനകത്ത്, റവി ബസ്രു. 500 കൊടുത്ത് 50,000 പണി ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. രാവിലെ നീക്കുക കൊട്ടുക ഇതന്നെ. അതിൽ പോണ ഉറുമ്പിനും ആനയ്ക്കും പാറ്റയ്ക്കും മനുഷ്യനും ഒക്കെ ഇയാള് BGM ഇട്ടിട്ടുണ്ട്. അറിഞ്ഞു പണിഞ്ഞിട്ടുണ്ട്. ഒരു വെറുപ്പിക്കലും ഇല്ലാത്ത അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് മാത്രം വെറുത്തില്ല. ഹാഫ് ടൈം കഴിഞ്ഞ് ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു സാധനം കിട്ടി. ആൻ്റണി പെപ്പെ മാൻ, ഞാൻ നിങ്ങളോടുള്ള ഒരു ഇതുകൊണ്ടും പറയില്ല, ഒരു സിനിമയ്ക്ക് ഇടേണ്ട ഒരു എഫേർട്ട് ഉണ്ട്. ഇപ്പോൾ മാർക്കോ പടത്തിനകത്ത് ഉണ്ണിമൂന്തൻ ചെയ്തൊരു എഫേർട്ടാണ് അയാളുടെ ബോഡി, അയാളുടെ സ്വാഗും ഓറയൊക്കെ കാണിക്കാൻ ഒരു ഐറ്റം. ഇതിനകത്ത് ഒരു ഓറ ഇല്ല. ആൻ്റണി പെപ്പയുടെ ക്യാരക്ടറിന് ഒരു ഓറ ഇല്ല. ഒരു ഹീറോയ്ക്ക് കിട്ടേണ്ട ഒരു ഓറ ഉണ്ട്, ആ ഓറ ഇല്ല. ഒന്നാമത് നിങ്ങൾക്ക് ഡയലോഗില്ല, 2 മാസം ഡയലോഗ് തന്ന അവിടെ നിർത്തിച്ച്, പിന്നൊക്കെ സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്നല്ലാതെ ഒരു സാധനം ഇല്ല. ഒരു പഞ്ച് കിട്ടുന്ന ഒരു ഡയലോഗ് ഒളിപ്പിച്ച് കടത്തിയ പോലെ ഉണ്ട് ഇല്ലേ? സീരിയസ് ആയിട്ട് ഹീറോനെ കൊണ്ട് ഡയലോഗ് പറയിപ്പിക്കരുത് എന്ന് ഇതിന്റെ ഡയറക്ടർക്ക് എന്തോ വാശിയുള്ള പോലെ. പെപ്പേനെ കൊണ്ട് ഡയലോഗ് പറയിപ്പിക്കില്ല, പെപ്പയ്ക്ക് ലുക്ക് മാത്രം. അതും ലുക്ക് എങ്ങനെ അറിയാം? ഇങ്ങനെ ഒരു സാധനം, കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒരു നോട്ടം, ഒരു സാധനം. അതൊക്കെ സത്യത്തിൽ പറയുന്നത് എക്സ്ട്രീം ക്രിഞ്ചായിരുന്നു ആ സാധനമൊക്കെ. എന്താണ് പെപ്പേന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണേ? നമ്മൾ പെപ്പേന്റെ എത്ര മാസ് കണ്ടതാ പെപ്പയുടെ കിൻഡിൽ ഇടിയും മാസമൊക്കെ നമ്മൾ കണ്ടതാ. ഇത് ഇടിയും കാണിച്ചു തരുന്നില്ല. ഇടിയൊക്കെ എങ്ങനെയാ മറ്റേ റോബോട്ടിക് സാധനം വെച്ചിട്ട് കാണാൻ രസം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു എന്താ പറയാ, ആ ഒരു ഹീറോയ്ക്ക് കിട്ടേണ്ട ഒരു സാധനമല്ലേ അല്ലേ? ഹീറോയ്ക്ക് കിട്ടേണ്ട ഇടിയിൽ നിന്ന് കിട്ടേണ്ട ഒരു ഹീറോയിസ് ഉണ്ട്, അതൊക്കെയൊന്നും എത്തിക്കാൻ പറ്റിയിട്ടില്ല ഇതിനകത്ത്. ഫസ്റ്റ് ഹാഫ് മൊത്തം ഈ ആനക്കൊമ്പ് കാർട്ടലിങ് ഇത് നമ്മൾ കാണാറില്ല. പെപ്പേന്റെ ഒരു കുറവായിട്ടല്ല, ആ സംവിധായകന്റെ ഒരു ഹീറോനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചേ അത് പെപ്പയ്ക്ക് മനസ്സിലാവണ്ടേ. ഇത്രയും സിനിമ ചെയ്തതല്ലേ. അതേപോലെ പെപ്പേന്റെ എഫേർട്ടിനെ കുറിച്ച് ഞാൻ പറയാം. ദാവീദ് പറഞ്ഞാൽ മറ്റേ ബോക്സിംഗ് പടത്തിന് ഇയാൾ എടുത്തൊരു എഫേർട്ട് ഉണ്ട്, ആ ബോഡി ട്രാൻസ്ഫോർമേഷനും സാധനമൊക്കെ ആയിട്ട്. അതൊക്കെ ഈ പടത്തിലാണ് ശരിക്കും കൊണ്ടുവരേണ്ടത്. അല്ല, അതാണ് പറഞ്ഞത്, അത് പെപ്പേന്റെ പ്രശ്നമല്ല. അതൊരു ആക്ടർ അങ്ങോട്ട് പറയണം, മനസ്സിലായോ? ഒരു ഡയറക്ടർ ഡിമാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അയാൾ പറയണം, അയാൾക്ക് ഇത്രയും വലിയൊരു സിനിമയെ കിട്ടി, അയാളുടെ കരിയറിൽ ഏറ്റവും വലിയ സിനിമയായിരിക്കും ഇത്. അപ്പം അതിനൊരു എഫേർട്ട് കാണണ്ടേ? ആ എഫേർട്ടില്ല. ആകെ മുടീൻ്റെ സ്റ്റൈലിങ്ങിലും ആ ലുക്കിലും മുഖത്തും മാത്രമാണ് ആ എഫേർട്ട് കണ്ടിട്ടുള്ളത്. വേറെ എവിടെയും ആ എഫേർട്ട് വിസിബിൾ അല്ല. പിന്നെ ഡയലോഗ് ഇല്ലാത്തൊരു ഹീറോ. ഇടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇടി മൊത്തം ഈ മറ്റേ റോബോട്ടിക് സാധനങ്ങൾ വെച്ചിട്ട് ആ ഫ്രെയിമൊക്കെ രസം ഉണ്ടായിരുന്നു. പക്ഷെ ഹീറോൻ്റെ ആ ഒരു ഹീറോ ഇടിച്ചിടുമ്പോൾ കിട്ടുന്ന ഒരു സാധനത്തിലൂടെ ഹീറോ വളരുന്ന ഒരു സാധനമൊന്നും ഞാൻ കണ്ടില്ല. ഫസ്റ്റ് ഹാഫ് മൊത്തം ഇങ്ങനെ ഈ
ഒരു 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 ഗ്രാമം കാട്ടിനകത്ത്, ഗ്രാമല്ല, ഒരു 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 കുറച്ച് ആൾക്കാരെ അവർ കൊണ്ടുവന്ന്, ഞാൻ കഥ ഫുള്ളായിട്ട് പറയുന്നില്ല, ആനക്കൊമ്പിന്റെ കഥയാണ്, ആനക്കൊമ്പ് പറക്കലാണ്. ഈ ആനക്കൊമ്പ് ലോജിക്കിലേക്ക് ഞാൻ പോണില്ല, അതിക്കും ഞാൻ പോണില്ല, മനസ്സിലായോ? ഇത് മൊത്തത്തിലൊരു ഇമോഷണൽ സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വില്ലനെ വെച്ചിട്ട് ഇവരെ മൊത്തത്തിൽ ഇങ്ങനെ ആട്ടിയടിക്കുന്ന ഒരു പരിപാടി രക്ഷകനായിട്ട് കൊണ്ടുവരുന്ന ഈ പെപ്പേൻ്റെ സാധനം. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ എഗെയിൻ നമ്മൾ കണ്ട പല സിനിമേൻ്റെയും പ്ലോട്ട്, ഏത് കാർട്ടൻ്റെ തലവനായിട്ട് ഇയാൾ മാറുക എന്നുള്ള പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇത് പല പല ടെറൈനിക്കും ഈ സിനിമയിലെ ലീഡ് ക്യാരക്ടർ പെപ്പേൻ്റെ ക്യാരക്ടർ പോകുന്നുണ്ട്. അതിലൊരു ഒരു ഒരു ടെറൈനാണ് ഈ പറഞ്ഞ ശ്രീലങ്ക. അത് എന്തിനു പോകണു ഏതിനു പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ശ്രീലങ്കയിൽ പോകുന്ന ഒരു ഐറ്റം ഉണ്ട്. അവിടെ ഹിപ്സ്റ്ററിൻ്റെയും വെനമിൻ്റെയും ഒരു ഇൻട്രോ, അതെനിക്ക് ഈ സിനിമയിൽ ആകെ കൊള്ളാം. ഹൈ അടിച്ചൊരു സാധനം, ഹൈന്ന് അതാണ് എക്സ്ട്രീം ഹൈ അല്ല, അങ്ങനെ ഒരു സാധനം കിട്ടിയത് ഇതാണ്. ആ ഒരു സീന് മാത്രം അതിൽ തന്നെ എനിക്ക് കുറച്ച് വിഷയങ്ങളുണ്ട്. കാരണം കുട്ടികളെ വെച്ച് മാസ് അല്ലെങ്കിൽ കുട്ടികളെ വെച്ച് വില്ലനിസം കാണിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പം നടക്കുന്നത് ശ്രീലങ്കയിലാവാം, ജാഫ്നയിലാവാം, വേറെ ഒരു ഇറ്റീസ്. പക്ഷേ ഈ മക്കളെ കയ്യിൽ ഈ സാധനങ്ങൾ കൊടുത്ത് വിട്ട് അവരെ മാസാക്കി അല്ലെങ്കിൽ അവരെ കയ്യിൽ ദാറ്റ്സ് എ റോങ് തിങ് ടു ഡു. ദാറ്റ്സ് എ വെരി റോങ് തിങ് ടു ഡു. ഈ പടം മിക്കവാറും അത് കോൺട്രവേഴ്സിയിൽ പോയി എൻ്റെ ആവും ഈ സാധനം. ഞാനത് ഇതിൻ്റെ പ്ലോട്ടൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ദാറ്റ് വിൽ മേക്ക് എ ബിഗ് കോൺട്രവേഴ്സി ഹിയർ. ഉറപ്പാണ് ആ കാര്യം. കാരണം അത് എനിക്ക് ഭയങ്കര റോങ് അടിച്ച ആ സാധനം, ടു ബി ഹോണസ്റ്റ് പറയാലോ. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അല്ലേ? അല്ല, അവരാ ഒരു അങ്ങനത്തെതാണെന്നുണ്ടെങ്കിൽ അത് ബിൽഡ് ചെയ്യണം, മനസ്സിലായോ? ഇവര് ഒരു ഗാങ്സ്റ്ററിനെ കാണാൻ ശ്രീലങ്കയ്ക്ക് പോകുന്ന ഐറ്റത്തിനകത്ത് ആ ഗാങ്സ്റ്റർ ശ്രീലങ്കയിലുള്ള ആള് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവുന്നാലും നമുക്കിത് ഡൈജസ്റ്റ് ആവുള്ളൂ. ഇത് അതിന് പകരം അതൊരു എനിക്ക് ഭയങ്കര ഒരു സീനായി തോന്നിയ ഐറ്റം. പിന്നെ ടുവേർഡ്സ് എൻ്റെ സിനിമ കഴിയാൻ നേരത്തേക്ക് നമുക്ക് ഏറെക്കുറെ സംഗതി മനസ്സിലാവും. അതായത് ഇത് പോണ വഴി എന്താ, ഈ കാർട്ടലിന്റെ തലപ്പത്തേക്ക് ഇതെങ്ങനെ ഇവൻ എത്തുന്നു, രക്ഷകന എഫക്റ്റ് എങ്ങനെ ഇയാൾക്ക് വരുന്നു, അതിനൊന്നും ഹൈ ഇല്ല, ഒരു ഹൈയും ഇല്ല. ഈ രവി ബസ്രൂറിന്റെ കൊട്ട് മാത്രമാണ് ഇതിലെ ഹൈ ഉള്ളത്. മ്യൂസിക് മാത്രം വെച്ചിട്ടാണ് പലരും കണ്ടിരുന്നത്. അല്ലാതെ ഈ സിനിമയ്ക്കകത്ത് ഒരു ഹൈ തരണ്ടേ ഒരു പടം. ഒരു ഓക്കെ, ഒരു ഫൈറ്റ് സീക്വൻസ് വരും, ഒരു ഭയങ്കര കിടിലൻ ഫൈറ്റ് സീക്വൻസ് വരുമ്പോ എന്തോന്നാണ് ഏത് പണ്ടത്തെ മറ്റേ ഈ ബോംബാ, ടിന്ന് ബോംബാ, ആ പാത്രം ബോംബ് വലിച്ചെറിയണ്, ഇതൊക്കെ എന്ത് ഐറ്റം. ശരി, ഇതിനകത്തുള്ള മറ്റേ ആന ഗ്രാഫിക്സ് ആ സൈഡൊക്കെ ഞാൻ വളരെ അടിപൊളി എന്ന് പറയും. കാരണം അല്ലേ, നല്ല ക്വാളിറ്റി, അതിനൊക്കെ നല്ല ടെക്നിക്കലി ഈ സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല പണിയെടുത്ത് പൈസ ഇറക്കി അതിന്റെ എഫേർട്ട് കാണാനുണ്ട്. പക്ഷെ അതിനൊരു ഇമ്പാക്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കഥേന്റെ മുകളിലും പോയി, പിന്നെ ഈ അഭിനയിച്ച സമയത്ത് ലീഡ് ക്യാരക്ടറിന് ഒരു ഇമ്പാക്ട് കിട്ടാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ. കാരണം ഒരു എൻറ്റയർ സിനിമേന്റെ മാസ് കൊണ്ടുപോയത് സുനില്, പിന്നെ മാസ് കൊണ്ടുപോകാൻ വരുന്നത് കബീറിന്റെ ക്യാരക്ടർ, പിന്നെ ഇയാൾക്ക് എന്തിരിക്കുന്നു ഈ സിനിമയ്ക്കകത്ത്. പിന്നെ ഹനാൻഷ ഇതിനകത്ത് മൂളലെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. ഹനാൻഷ എന്തിനാണ് ഡ്രൈവർ പണിക്കാ അല്ലെങ്കിൽ മറ്റേ ബോഡി ഗാർഡായിട്ടാ ഹനാൻഷ ഈ പടത്തിൽ പോയത്? എടാ, സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരാള്, ഇത് ഞാൻ പലരുടെയും കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരാൾ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെ, ഒരു സിനിമയിലേക്ക് പോകുമ്പോൾ ഹീ ഷുഡ് മേക്ക് ഷുവർ ഹീ മേക്സ് എൻ ഇമ്പാക്ട്. ഇപ്പൊ ഹാഷിർ എന്താ ചെയ്തേ അല്ലേ, നമ്മളെ സാഫ് ബോയ് എന്താ ചെയ്തേ, നമ്മളെ ജുനൈസ് എന്താ ചെയ്തേ? എടീ, അതാണ് ഇമ്പാക്ട്. അല്ലാതെ ഒരു സിനിമയിൽ ഹീറോയ്ക്ക് തന്നെ ഇതിനകത്ത് ഡയലോഗും ഇല്ല പൊതുക്കൂല്ല, അതിനിടയിൽ ഹീറോന്റെയും ബാക്കിൽ പോയി നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എന്തിനാ? ആ ക്യാരക്ടർ എത്ര അല്ലേ, ജൂനിയർ ആർട്ടിസ്റ്റ് ഇഷ്ടം പോലെ ആൾക്കാരില്ലേ, ഒരു കാര്യമില്ല. കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പറ്റിയ എന്തെങ്കിലും അല്ലെ പാവപ്പൊടിച്ച ഒരു ആളായിട്ട് കൊണ്ടുവന്ന് അയാളെ എന്തെങ്കിലും വായ തുറന്നിരുന്നെങ്കിലും തിയേറ്ററിൽ 4 കയ്യടി വന്നിരുന്നു, അതും വന്നില്ല. വായി തുറക്കണില്ല. ഫ്രെയിം ഇങ്ങനെ ചില ഫ്രെയിം വെക്കുന്ന സമയത്ത് നമ്മൾ ആ ട്രെയിലറിൽ കണ്ട ഐറ്റം മാത്രമുണ്ട്. അത് അവിടേക്ക് എത്തിയപ്പോൾ നാട്ടുകാർക്ക് മടുത്തു. അങ്ങനത്തെ എന്തെങ്കിലും ഒരു വർത്താനം ഉണ്ടാവും, അടുത്ത സീനിലുണ്ടാവും. നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നത് ഹനാൻഷാന്റെ ഡയലോഗ് ഇപ്പൊ വരും, അല്ലെങ്കിൽ ഹനാൻഷാന്റെ എന്തെങ്കിലും ഒരു സാധനം വരും. എന്ത് ഹനാൻഷാക്ക് ഒന്നുമില്ല. ഇൻസ്റ്റ എടുക്കണം ഹനാൻഷാന്റെ സൗണ്ട്. അതെ, ഹനാൻഷ അങ്ങനെ പോയി. പിന്നെ ജഗദീഷിന്റെ ക്യാരക്ടർ ഒരു ഇമ്പാക്ട് ഇല്ല. മാർക്കോനകത്ത് അയാൾ ഉണ്ടാക്കിയൊരു ഇമ്പാക്ട് ഒക്കെ ഇതിനകത്ത് വന്നത് വെള്ളത്തിൽ വരച്ച വരയായി പോയി.
ആൻസൺ ബോൾ ഉണ്ട്, ആൻസൺ ബോളിന് കിട്ടിയ സാധനം ചെയ്തിട്ട് പോയി എന്നല്ലാതെ അയാൾക്ക് ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഉള്ളത് അയാൾ ചെയ്തിട്ട് പോയി. പിന്നെ ഇതിലൊരു പോലീസ് ക്യാരക്ടർ ഉണ്ടായിരുന്നു, അയാൾക്കും അല്ലേ, അയാൾ ഇവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ചങ്ങായിക്കൊക്കെ വേറെ ലെവൽ മാസമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ഐറ്റം. പിന്നെ ടുവേർഡ്സ് എൻ്റെ ക്ലൈമാക്സ് ആയപ്പോഴത്തേക്ക്, ഒരു ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ഈ പോസ്റ്റ് ക്രെഡിറ്റ് പോലത്തെ സാധനത്തൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊക്കെ ഇരിക്കും, അവിടെ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ ക്ലൈമാക്സിനകത്ത് ഒരു ക്യാമിയോ റോൾ വരുന്നുണ്ട്, അതൊന്നും നമ്മൾ ആരാന്ന് പറയുന്നില്ല, പക്ഷെ ആ ക്യാമിയോ ഒന്നും ദർ ഇസ് നോ ഇമ്പാക്ട് അല്ലേ, അങ്ങനെ തോന്നി. എനിക്കൊരു ഇമ്പാക്ട് അതിനൊന്നും തോന്നിയില്ല. കാരണം ഈ കാർട്ടൽ എന്താ എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞു, ഇതിനൊരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ഈ ആനക്കൊമ്പ് കാർട്ടലിനൊക്കെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത പുഷ്പ എന്ന് പറയുന്ന സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ പറയേണ്ടിയിരുന്നു കഥ. ഇത് എക്സാക്ട് കോപ്പി അല്ലേ. കഥ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റാനും അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റിയ കഥ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഥയിൽ എത്രയോ കൊണ്ടുവരുന്നു. ഇവർക്ക് ഇത് വളരെ ദേശീയ കഥയൊക്കെ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു കേരള ആംബിയൻസിൽ തന്നെയുള്ള ഒരു കഥയാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എത്ര നല്ല ടെക്നീഷ്യൻസ് കയ്യിലുണ്ട്, എത്ര നല്ല ലൊക്കേഷൻസ് കിട്ടി, എത്ര ആർട്ടിസ്റ്റുകളെ കിട്ടി. ഇതെന്തോ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇതിന്റെ പ്രൊഡ്യൂസർ ഷെരീഫിന് ആദ്യം കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ ഷെരീഫ് ഒന്ന് ചെയ്തോന്ന് എനിക്ക് BTS ഇല്ലേ, ഇതിന്റെ ലാസ്റ്റ് കണ്ടപ്പോ ഷെരീഫ് ആ പടം എടുത്ത് തോന്നിട്ട് ആ രീതിയിലായിട്ട്. ഷെരീഫിന് എന്താണെങ്കിലും മറ്റേ ടൈറ്റിൽ മറ്റേ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. പ്രൊഡ്യൂസർക്ക് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഐറ്റം ഞാൻ കണ്ടത്. അതൊക്കെ ഉണ്ട്. അല്ലെ പിന്നെ ഒരു തുടക്കത്തിൽ കാണിച്ച മാതിരി 1995 ആയി തന്നെ പോണേന്നു, അങ്ങനെ പോണം. ഇതിന്റെ എഴുതി കാണിക്കില്ല, ഫസ്റ്റ് പോസ്റ്റേഴ്സ് എഴുതി കാണിക്കുമല്ലോ, ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുക. ഫസ്റ്റ് ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുന്ന സ്ഥലത്ത് അവർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മറ്റേ സ്റ്റോറി ലൈൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഹനാൻഷിയും ഇവരെ ക്യാരക്ടേഴ്സ് ഒക്കെ. അതൊക്കെ ആ സാധനമൊക്കെ സിനിമയിൽ ശരിക്കും നറേറ്റ് ചെയ്യണം. അത് ഇത് തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകരിൽ എത്ര ആൾക്കാർ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിരിക്കും. പടത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ നോക്കി, ഞങ്ങൾക്ക് മനസ്സിലായി അതിന്റെ ഒരു ഗാങ്സ്റ്റർ സാധനം എങ്ങനെയാണ്, ഇവരുടെ ഗ്യാങ് ഇവോൾവ് ആയത്, ഇവര് ഇങ്ങനെ നമുക്കതൊരു സാധനം പിടുത്തം കിട്ടും. പക്ഷെ ഈ സിനിമയ്ക്ക് വരുമ്പോൾ പെട്ടെന്നൊരു ക്യാരക്ടർ വരുന്നു, ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇയാൾ വരുന്നു, ഇയാൾ ഒരുമാതിരി തണുത്തുറഞ്ഞൊരു സാധനം. അത് എത്ര സീനറിയോ ഇതില്, ഹീറോ ഒരുമാതിരി യൂസ് ആയി പോയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആളാണ് ഈ പെപ്പെ പറയുന്നത്. എനിക്കും അയാളൊരു പവർ കിട്ടിയില്ലെന്നുള്ളൂ. കാരണം പെപ്പയുടെ എത്ര ഞാൻ എണ്ണം പറയുന്നില്ല പെപ്പേന്റെ സിനിമകള്. പെപ്പേന്റെ ഇടി കിൻഡല എന്താ ഹാർഡ് ഡിസ്കിൽ. അത് ജഗദീഷ് പറഞ്ഞ പോലെ മോഹൻലാൽ കഴിഞ്ഞ പിന്നെ പെപ്പയാണ്. പെപ്പയ്ക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ട് പെപ്പയ്ക്ക്. ആ ഫ്രെയിം കിട്ടിയുണ്ടല്ലോ പെപ്പയ്ക്ക്, അത് വെച്ചല്ലോ. പെപ്പ കിൻഡല. ഈ പെപ്പേന്റെ ഇതേ ഡയലോഗ് ഡെലിവറി മതി, തിയേറ്റർ കത്തിക്കും. അവനെ കത്തിച്ചിട്ടുണ്ട് പെപ്പെ. ആ പെപ്പേനെ കൊടുത്തിട്ട് ഒരുമാതിരി പീപ്പിളിയാക്കി വിട്ട അവസ്ഥയിൽ പോയി. അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഹീറോ. അത്യാവശ്യം ഇനിയിപ്പോ നമ്മൾ കണ്ടതാണെങ്കിൽ പോലും ഓഡബിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ട്, നല്ല ടെക്നീഷ്യൻസ്, പൈസ മുടക്കാൻ പറ്റുന്ന പ്രൊഡ്യൂസർ, രവി ബസ്രൂറിനെ പോലെ ഒരു ഐറ്റം കയ്യിൽ ഉണ്ടായിട്ട് നിങ്ങളിതൊരു മറ്റേ കാറ്റഴിച്ചോട്ട് ബലൂൺ ഉണ്ടാക്കി ഒരുമാതിരി എന്താ പറയാ, ആർക്കും ഹൈ തരാതെ വാട്ട് വി എക്സ്പെക്ട് ആഫ്റ്റർ മാർക്കോ ക്യൂബിന്ന് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അല്ലേ. എന്താ മാർക്കോന് ശേഷം കാട്ടാളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? എടാ ആ ബ്ലഡ് ഷെഡ് പോലും ഇല്ല. കാരണം അതെന്താ പറയുക, എനിക്ക് തോന്നുന്നു മാർക്കോ സാറ്റലൈറ്റിൽ വിറ്റുപോയിട്ടില്ല. മേ ബി അതുകൊണ്ടായിരിക്കണം ഇവർക്ക് ആ ഒരു ബ്ലഡ് ബാത്ത് പോലത്തെ ഒരു ഐറ്റം ഇതിനകത്ത് വെക്കാൻ പോലും പറ്റിയിട്ടില്ല. അതൊക്കെ ഗ്രാഫിക്സിന് ഉങ്ങിപ്പോയി ഐറ്റങ്ങളൊക്കെ, കുറെ ഇരുട്ടത്ത് പോയി ആ സാധനങ്ങളൊക്കെ. ഐ ആം അട്ടർലി എന്താ പറയുക, ഞാൻ പേഴ്സണലി എനിക്ക് ഡിസപ്പോയിന്റഡ്. പക്ഷെ ഓക്കെയാണ്, ആവറേജ് വാച്ച് എന്നൊക്കെ പറയാൻ പറ്റുന്നില്ല. ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. എനിക്ക് ഹാഫ് ടൈം വരെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. ഇവന് ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടി പറ. അടി അയാളെ മ്യൂസിക്, ഞാൻ പറഞ്ഞു അയാൾ പണിഞ്ഞു. 550,000 പണി അയാൾ എടുത്തു, അതുണ്ട്. ആനയ്ക്ക് വരെ കിണ്ണ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അയാൾ ഇട്ടത്, അയാൾ പണിഞ്ഞു. പിന്നെ എവിടുന്നോ ഇല്ലാത്തൊരു പാട്ട്. എന്തിനാടാ ഞാൻ പല സീനും എനിക്ക് KGF റെഫറൻസ് പോലെ തോന്നി പല സീനുകളിലും. അങ്ങനെയൊക്കെ ഒരു ഐറ്റം. ആകെ മൊത്തത്തിൽ എന്താ പറയുക, ഇവരെ കയ്യിൽ നിന്ന് പോയൊരു പടമാണോ എന്ന് എനിക്കറിയില്ല. ഐ ആം ഡിസപ്പോയിന്റഡ്. ബട്ട് ഗുഡ് ആവറേജ് ഡീസൻറ്റ് വാച്ച് ഈ രവി ബസ്രൂറിൻ്റെ കാര്യം കൊണ്ടും പിന്നെ ഇതിലല്ലേ ടെക്നിക്കൽ ആസ്പെക്ട് കൊണ്ടും എടുത്ത് വെച്ചത് കൊള്ളാം. ടെക്നിക്കലി ഗുഡ് എന്നുള്ളത് കൊണ്ടും നമുക്ക് പറയാൻ പറ്റുന്നേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ചില പടങ്ങൾ നമുക്ക് തോന്നും അതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് തോന്നും. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു പടമല്ല. അത്ര വെറുപ്പിക്കലൊന്നുമില്ല, പക്ഷെ എക്സ്പെക്ടേഷന്റെ ഒപ്പം നിൽക്കാത്തതിന്റെ സങ്കടം ഭയങ്കരമായിട്ടുണ്ട്. അതും പെപ്പേനെ പോലുള്ള ഒരാളെ നമ്മൾ വാട്ട് ഐ എക്സ്പെക്ടഡ് ഈസ് ഡെലിവർ ചെയ്യുന്നതാണ്. പെപ്പ ഡെലിവർ ചെയ്യുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഡെലിവറി പെപ്പേന്റെ അടി കാണാനാണ് സത്യം പറഞ്ഞ ഡയലോഗ് ഒക്കെ കാണാൻ തന്നെ പോയത്. അല്ല പെപ്പ ഉണ്ടായിരിക്കുന്നതും ലുക്ക് കൊടുക്കുന്നതും കാണാനല്ല പോയത്.
ഇത് അമൽ നീരദിന്റെ പടത്തിലുണ്ടല്ലോ നായകന്മാരിങ്ങനെ. പക്ഷെ അമൽ നീരദിന്റെ ഈ കഥ കിട്ടുന്നത് അമൽ നീരദിനെ പറയുന്നത് എന്താണെങ്കിലും ഓക്കെ അല്ലേ. ഇനി അടുത്ത പടത്തിൽ ഓക്കെ. അപ്പൊ ഇതും പറ ഇനി നമുക്ക് വേണ്ട. ശരി ബൈ.